ഹലോ കൂട്ടുകാരെ, നമ്മുടെയൊക്കെ ക്രിസ്മസിന് നമ്മളാണെങ്കിൽ നമ്മൾ 3 പേരും കൂടെ ഗിഫ്റ്റ് ഷെയർ ചെയ്ത കൂട്ടത്തിൽ കിട്ടിയ ഒരു മാസ്കാണിത്. അപ്പോൾ കൊറിയൻ മാസ്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാവുമെന്ന്. കൊറിയക്കാരെ പോലെ മിന്നിത്തിളങ്ങുമെന്ന് നോക്കാം. അങ്ങനെ ഞാൻ ഒന്ന് പോയി മുഖം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ടവൽ ടർക്കിയൊന്നും നോക്കിയിട്ട് കണ്ടില്ല. ഉണക്കി മടക്കി വെച്ച എൻ്റെ ബനിയൻ തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയുള്ളൂ. അമ്മച്ചി കാണുമ്പോൾ എൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമാകും. അങ്ങനെ മുഖമൊക്കെ നല്ലപോലെ തുടച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും ഞാനത് കൈകൊണ്ട് തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് തുറന്നൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാസ്ക് ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിൻ്റേതായ എല്ലാ ഒരു എന്താ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഭാവങ്ങളൊക്കെ എനിക്ക് മാറി വരുന്നുണ്ട്. ഇടയ്ക്കൊരു സന്തോഷവും പിന്നെ ഇടയ്ക്കൊരു എന്താ പറയണേ ഒന്നും മനസ്സിലാകാത്ത ഒരു രീതിയിലുള്ളൊരു നിൽപ്പുമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് വെക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാനാണെങ്കിൽ മുഖത്തേക്ക് നല്ലോണം വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വെച്ച് കൊടുത്തിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വല്യമ്മച്ചി വന്ന് തൊട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വായു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വല്യമ്മച്ചിനും കൂടെ അടുത്ത് പിടിച്ച് നിർത്തുന്നുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ വല്യമ്മച്ചി. ക്രിസ്മസ് അപ്പാപ്പനെ പോലെ ഉണ്ടെന്ന് എന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വല്യമ്മച്ചിയും കുഞ്ഞേച്ചിയും ടി വി എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടി വിയിൽ എന്തൊക്കെയോ പരസ്യമൊക്കെ വന്നപ്പോഴത്തേക്കും വല്യമ്മച്ചിയാണെങ്കിൽ ഓരോന്നൊക്കെ ഇങ്ങനെ വർത്തമാനം പറയുമായിരുന്നേ. ഞാനതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഫാനിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്, നല്ലപോലെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ വല്യമ്മച്ചി ചോദിക്കുക ഇത് കൂട്ട് നിനക്കുണ്ടോയെന്നേ കുഞ്ഞേച്ചിയുടെ അടുത്ത്. എന്നെ കണ്ടപ്പോൾ ഇങ്ങനൊരു അത്ഭുത ജീവിനെ നോക്കണ പോലെയാണ് കേട്ടോ വല്യമ്മച്ചി നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പോയി ടി വി കണ്ടിട്ടുണ്ടായിരുന്നു കിടന്നുകൊണ്ട്. അത് കഴിഞ്ഞ് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മുടെ മാസ്ക് നമുക്ക് പൊളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ പയ്യെ പൊളിച്ച് നോക്കിയിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു ഗ്ലാസ് സ്കിൻ ആയതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും എൻ്റെ മുഖത്തിന് കുറച്ച് ഡിഫറൻസ് വന്നതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റ ബൈ ബൈ ഗായ്സ്.